ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു പോലീസിൻ്റെ ഓഫീസിൽ പോയിട്ട് നമുക്ക് കുറച്ച് ഫൈൻ അടക്കാനുണ്ട്. ഫൈൻ അടക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്തതിൻ്റെ ഫൈനും അടക്കാനുണ്ട്. പിന്നെ നമ്മൾ ഓവർ സ്പീഡ് ചെയ്തായിരുന്നു. ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരുന്ന നമ്മൾ മൗണ്ടൻ വരെ ഒന്ന് പോയായിരുന്നു. അവിടുന്ന് ഇതാക്കാൻ വേണ്ടി മൗണ്ടൻ വരെ ഒന്ന് പോയായിരുന്നു. നമ്മൾ നല്ല സ്പീഡിൽ പോയി. അപ്പോൾ സ്പീഡിങ്ങിന് ഫൈൻ കിട്ടി. അപ്പം അതിൻ്റെ ഫൈനും പിന്നെ മോഡിഫിക്കേഷനും പിടിച്ചു. ഇത് രണ്ടിനും കൂടിയിട്ട് ഇന്നലെ 5 ലക്ഷം രൂപ ചോദിച്ചു. അപ്പം 5 ലക്ഷത്തിൻ്റെ ഫൈനും പിന്നെ കുറച്ച് 2 കൊല്ലത്തേക്ക് ഫൈൻ അടക്കാണ്ടിരിക്കാനുള്ള ഫൈനും എല്ലാം കൂടി ഒരു കുറച്ച് പൈസ ഉണ്ട്. അത് നമ്മൾ കൊടുക്കണം. നമ്മളൊന്നും രാവിലെ ഒന്നും തിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുകയും വേണം. നമ്മൾ വൈകിപ്പോയി. ഇനി നമുക്ക് നേരെ പോയി കഴിഞ്ഞാലാണിത് പോലീസ് ഓഫീസ്. എന്നിട്ട് നമുക്ക് പോലീസിൻ്റെ അവിടെ കയറണം. പോലീസിന് നമുക്ക് ഇങ്ങനെ അവിടെ ഇതുണ്ടാവും, ചാർജ് ചെയ്ത് മോഡിഫിക്കേഷനും സ്പീഡിങ്ങിനാണ് നമുക്ക് ഫൈൻ വന്നിട്ടുള്ളത്. നമുക്ക് ഇനി കാറിന് ഇറങ്ങാം. വണ്ടി ഇറങ്ങാനൊന്ന് തട്ടിയിട്ടുണ്ട്, അതൊന്ന് കൊടുക്കണം. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. അവിടെയാണ് അവർ ഫൈനിൻ്റെ ഇത് വെച്ചെന്ന് പറഞ്ഞത്. അത് നമുക്ക് ഓൺലൈൻ വഴി ട്രാൻസാക്ഷൻ നടത്തിയാലും മതി. അവിടെ തന്നെയാണ്. ഇവിടെ ഫസ്റ്റത്തേൽ ഇവിടെ നമുക്ക് ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഫൈന് അടക്കേണ്ടതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി അതെടുത്തിട്ട് നമുക്ക് പോയിട്ട് ട്രാൻസാക്ഷൻ നടത്തിയാൽ മതി. ഓൺലൈൻ വഴി ട്രാൻസാക്ഷൻ നടത്തിയാലും ഒരു പ്രശ്നവുമില്ല. ഇനി നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് ഞാൻ ഫുഡ് അടിക്കാൻ പോകണം. ഫുഡ് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരം തന്നെ വീട്ടിലൊന്നുമില്ല. മാസാവസാനമായതുകൊണ്ട് എല്ലാം ഗ്രോസറിയിൽ ഓർഡർ കൊടുത്തതിന് വൈകുന്നേരം വരുമെന്നാണ് പറഞ്ഞത്. നമുക്കിനി ഒന്ന് വണ്ടി എടുത്തിട്ട് നമുക്ക് ഫുഡ് അടിക്കാൻ വരെ പോവാം. ഫുഡ് നമുക്ക് എന്തെങ്കിലും രാവിലെ തന്നെ ആയതുകൊണ്ട് അത്ര ഹെവി ആയിട്ടൊന്നും വേണ്ട. നമുക്കൊരു മീഡിയം ക്ലാസിക് ലഞ്ചോ അല്ല ക്ലാസിക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം വിചാരിച്ചിട്ടാണ് പോവുക. പക്ഷേങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അതൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആവും. നമ്മളിവിടെ ഒന്ന് ചെറുങ്ങനെ ഒതുക്കിയിടുന്നൊന്നുമില്ല. നമുക്ക് ഫുഡ് അടിക്കാൻ ഇതായിട്ട് ആൾ കുറവാണ്. കാർ എടുത്തിട്ട് വന്നത്. നമുക്ക് ഇവർ ഫുഡ് ഇവിടെ വെക്കുന്നുണ്ട്. നമുക്ക് വെറുതെ നോക്കാം. അപ്പോൾ ഇവർ ഇതാക്കുന്നുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പൈസയൊക്കെ കൊടുത്തു. ഒരാളായിരുന്നു പൈസ കൊടുക്കുന്നു. നമുക്ക് ഇവിടുന്ന് ഫുഡ് അടിക്കാം. അപ്പോൾ നമുക്ക് ഫുഡ് അടിക്കാൻ തുടങ്ങാം. ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോവുക, ബില്ല് അവർക്ക് കൊടുക്കുക. ബില്ല് അവർ പറയും ഒരു 3000 ഉറുപ്പ്യ ആയിട്ടുണ്ട്. രാവിലെ തന്നെ 3000 ഉറുപ്പ്യ ഒരു ഭയങ്കര നിഷ്കളമ്പ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ നമുക്കത് വിഷയമല്ല. എന്താണെന്ന് വെച്ചാൽ 3000 ഉറുപ്പ്യല്ലേ, നമ്മളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3000 ഉറുപ്പ്യക്ക് ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഡോണറ്റ് ആയതുകൊണ്ട് ഭയങ്കര എക്സ്പെൻസീവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് ഇതൊക്കെ. നമുക്ക് പിന്നെ ഇന്നലെ രാത്രി നമ്മളൊരു ആളെ വിളിച്ച് പറഞ്ഞായിരുന്നു ഒരു കുടിലം വണ്ടിയുണ്ട്, ഒരു M3 ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേറെ കുറച്ച് സിവിക്കും BMW ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. കുറേ മോഡ് ചെയ്ത് ഞാൻ ഇവിടുന്ന് 2-3 വണ്ടി വാങ്ങി. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് അടിച്ച് മൗണ്ടൈനിൽ പോയി നോക്കണം. അപ്പോൾ മൗണ്ടൈനിൽ പോയതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇപ്പം നോക്കാം ഇവിടെ ഉണ്ടാവുമെന്ന്. ഇനി സ്റ്റോക്ക് എപ്പോൾ വരിക നമുക്ക് ഇവരോടൊന്നും ചോദിക്കും. പിന്നെ ഇവിടെ വണ്ടി നമുക്ക് വിൽക്കാം. ഞാനങ്ങനെയാണ് ചെയ്യാറ്. ഇവിടുന്ന് വണ്ടി വാങ്ങും, കുറച്ച് ഡ്യൂണൊക്കെ ചെയ്ത് ഇവിടെ തന്നെ വെക്കും. ഇവിടെ ഒരാളുണ്ട്, ഒരു വാച്ച്മാൻ പോലെ. നമുക്ക് ഇവിടെ നെക്സ്റ്റത്തെ ഇത് എപ്പാന്ന് ലോഡ് ഇവിടെ ഇറക്കുന്ന എപ്പാന്ന് ചോദിക്കാം. അപ്പോൾ അവർ സമയം നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നൊന്നും വരില്ല, നാളെ ഒരു ലോഡുണ്ട്. 2 വണ്ടീൻ്റെ, ഒരു റെഡ് കളർ വണ്ടിയും ഒരു ബ്ലാക്ക് വണ്ടീൻ്റെയും. അപ്പം മെയിനായിട്ട് ഇപ്പം വണ്ടിയൊന്നും ഇവിടെ ഇല്ല. നമുക്കെന്നാൽ ഇപ്പം വീഡിയോ നിർത്താം. അപ്പോൾ ഇനി അടുത്ത വണ്ടീൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടിയുള്ള വീഡിയോയുമായി വരുന്നതാണ്. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. നെബുമോൻ. ബൈ.